ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എനിക്ക് 6 months ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, വിച്ച് ഐ ഹാവ് ഇൻ മെറ്റ് ഇൻ പേഴ്സൺ. നമ്മൾ ചാറ്റും വാട്സപ്പും വഴിയാണ് കൂടുതൽ കണക്റ്റ് ആയേക്കണേ. അറ്റ്ലീസ്റ്റ് ത്രൈസ് ഇൻ എ വീക്കെങ്കിലും നമ്മൾ തമ്മിൽ ഫോൺ കോൾ ചെയ്യാറുണ്ട്, ബട്ട് വി ഹാവ് ഇൻ മെറ്റ് ബിഫോർ. ഒരുപാട് തവണ നമ്മൾ കാണാനൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ഇന്ന് വരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒത്തു വന്നില്ല. സോ ടുഡേ ആഫ്റ്റർ ചർച്ച് വി ഡിസൈഡഡ് ടു ബ്രേക്ക് അവർ ഹൈഡ് ആൻഡ് സീക്ക് കളി. പള്ളിയിലെ കുർബാന കഴിഞ്ഞ് നേരെ സീല് കയറി ഒരു കോഫിയും പൈയും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവളെ കാണാൻ വിട്ടു. നമ്മൾ നിൽക്കുന്ന ഫെങ്കറയിൽ നിന്ന് ഒരു 1 hour ഡ്രൈവ് ചെയ്ത് കെറിക്കെറി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഉള്ളത്. ഞാൻ ഒത്തിരി തവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും അവളെ മീറ്റ് ചെയ്യാൻ മാത്രം പറ്റിയിട്ടില്ല. സോ ടുഡേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ മീറ്റപ്പ്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, എൻ്റെ അജ്ഞാതമായ ഫ്രണ്ട്. കുറച്ച് നേരം നമ്മൾ ആദ്യമായിട്ട് കണ്ട ഹാപ്പിനെസ് ഒക്കെ ഷെയർ ചെയ്തതിനു ശേഷം ലഞ്ച് കഴിക്കാനായിട്ട് അവിടെ അടുത്തുള്ള ദ ഗ്രിൽ 21 എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി മൂക്കുമുട്ട വെട്ടിക്കയറ്റി. ഫുഡ് ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ വിഷമം തീർക്കാനായിട്ട് തൊട്ടടുത്തുള്ള ദ സ്റ്റോൺ സ്റ്റോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഞങ്ങൾ അങ്ങ് അർമാദിച്ചു. ഈ സ്റ്റോൺ സ്റ്റോർ എങ്ങനെ ഫേമസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1836 വെറും കല്ലുകൊണ്ട് മാത്രം പണി കഴിച്ചിട്ടും 2026 ഒരു പ്രശ്നമില്ലാണ്ട് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ഫേമസ് ആയത്. ഹിസ്റ്റോറിക് പ്ലേസ് കാറ്റഗറി 1 രജിസ്റ്റർ ചെയ്തേക്കണ വൺ ഓഫ് ദി ലൊക്കേഷനാണിത്. രാത്രിയിൽ ഇവിടുത്തെ വ്യൂ കാണാൻ അടിപൊളിയാണ്. അവർ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ പോയത് ഉച്ചയ്ക്കായതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് ഒരു എസ്തെറ്റിക് വ്യൂ കിട്ടിയില്ല. ഈ സ്റ്റോൺ സ്റ്റോറിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു വാട്ടർ ബോഡിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. ഒത്തിരി പേര് അവിടെ വന്ന് അവരെ ലെഷർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വളച്ച് താറാവിനെ വരെ വളച്ചു തുടങ്ങി. ജോസിനെ ഒന്നും ചെയ്യാനില്ല, നേരെ കൊണ്ടുപോയി പപ്പ കൂടെ മറക്ക മോള് ഇടാ. വാട്ടർ ബോഡി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാനായിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു ബ്രിഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് വന്നതിനൊരു ട്രാക്കൊക്കെ ഉണ്ട്. ഈ ട്രാക്ക് വഴി 4.3 kilometer നടന്നു കഴിഞ്ഞാൽ റെയിൻബോ വാട്ടർഫാൾസ് കാണും. ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നമുക്ക് ശരിക്കും റെയിൻബോ ഇങ്ങനെ വാട്ടർഫാളിൻ്റെ ഓപ്പോസിറ്റ് കാണാൻ പറ്റും. വി ഹാഡ് എ നൈസ് ടൈം ടുഗെദർ. സോ പട്ടണാരൊക്കെ ഇവിടെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ് ലവ്ലി പീപ്പിൾ.